ലോണടയ്ക്കാൻ വൈകിയതിന് ഹൃദ്രോഗിയായ ഗൃഹനാഥന് മർദ്ദനം. കോട്ടയം പനമ്പാലം സ്വദേശി സുരേഷിനെയാണ് ബെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ ആക്രമിച്ചത്. പ്രതി പന്നിമറ്റ സ്വദേശി ജാക്സൺ പിടിയിലായി. കോട്ടയത്തെ ബെൽസ്റ്റാർ എന്ന പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും 35,000 രൂപയാണ് സുരേഷ് വായ്പയെടുത്തത്. കൃത്യമായി തിരിച്ചടവ് നടത്തിക്കൊണ്ടിരിക്കെ അസുഖബാധിതനായി ആൻജിയോപ്ലാസ്റ്റി നടത്തേണ്ടി വന്നു. പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നതോടെ തിരിച്ചടവ് മുടങ്ങി. 10,000 രൂപയിൽ താഴെ മാത്രമാണ് ഇനി തിരിച്ചടയ്ക്കാനുള്ളതെന്ന് സുരേഷ് പറയുന്നു. ഇതിനിടെ ഒറ്റത്തവണ മാത്രം തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിലുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പണം പിരിക്കാനെത്തിയ ബെൽസ്റ്റാറിലെ ജീവനക്കാരൻ ജാക്സൺ വീടിന്റെ സിറ്റൗട്ടിൽ വെച്ചിരുന്ന ശില്പം ഉപയോഗിച്ചാണ് സുരേഷിനെ മർദ്ദിച്ചത്. ലോൺ എടുത്ത 36,000 രൂപ ആണ്. നമ്മളത് ഒരു വർഷം മുമ്പ് എടുത്ത കറക്റ്റായിട്ട് അടച്ചോണ്ടിരുന്നത്. ഒരു 6-7 മാസം മുമ്പ് എനിക്കൊരു ചെറിയ ബ്ലോക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് അപ്പോൾ ആ സമയത്ത് പെൻഡിങ് വന്നു. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ മാസം അത് കൂട്ടി അടച്ച് ലെവൽ ചെയ്ത് പോകുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അടച്ചില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അടയ്ക്കാൻ വന്നപ്പോഴത്തേക്കും അവർ കഴിഞ്ഞ ദിവസം വന്നു, കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പലതുപോലെ മേലായിരിക്കുവാണ്, പഠിക്കുമ്പോൾ അടയ്ക്കാമെന്ന് പറഞ്ഞു. എന്താ പറയുക, പുള്ളി അങ്ങ് പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോഴത്തേക്ക് അവർ 2 രൂപ വന്ന് അവരോട് പറഞ്ഞു പഠിക്കുവാൻ തുടങ്ങിയില്ല, അതുപോലെ ഞാൻ അടച്ചോളാം. അപ്പോൾ നമുക്ക് പെൻഡിങ് ഈ മേലാഴ്ച വന്നതോടുകൂടി പെൻഡിങ് വരുന്നത്, അല്ലാതെ നമ്മൾ ക്ലിയറായിട്ടായി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ പറയാൻ നേരത്തെ ചേട്ടൻ പഠിക്കുവാൻ മേലെ ആ കലിപ്പിന് അവർ ദേഷ്യപ്പെടാണ്ട് തെറിയാൻ പറയാൻ സത്യം. പക്ഷെ അത് ഈ അന്നേരം അവിടെ ഞാൻ ആ വെച്ചിരുന്ന ഒരു ആനയുടെ ഒരു 1.5 അടി പൊക്കമുള്ളൊരു ഇതുണ്ട്, ഇരിപ്പുണ്ട്, പ്ലാസ്റ്റർ പാരിസിൻ്റെ ഒട്ടിച്ചു. അവൻ അതെടുത്ത് 2.5 കിലോ വെയിറ്റ് വരും, അത് വെച്ച് ഇവിടെ അടിക്കുമല്ലോ. ആക്രമണത്തിൽ സുരേഷിന്റെ ചെവിക്ക് സാരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി ജാക്സനെ നാട്ടുകാർ പിടികൂടി ഗാന്ധിനഗർ പോലീസിന് കൈമാറി. ജനം, കോട്ടയം.